ഇന്ന് നമ്മളൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാൽ കേക്ക്, നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പാൽ കേക്കില്ലേ, അത് നമുക്കിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇങ്ങനെ തരിച്ചെടുക്കാം. നല്ല രീതിയിൽ തരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആ പൊടിയിൽ കട്ടയൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ഇതോടെ ഇട്ടിട്ടൊന്ന് തരിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാത്തൊരു നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ 1 മുട്ടയുടെ വെള്ള, 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, അധികം പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്, കാരണം ഈ കേക്കിന് അങ്ങനെ പുളിയുടെ ടേസ്റ്റ് വരും. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച പൊടിയിലോട്ട് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചെടുക്കുക. കാരണം മൊത്തമായിട്ട് ഒഴിച്ചെടുത്താൽ ചിലപ്പോൾ നമ്മളെ മാവ് ലൂസായി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തത് മൊത്തമായിട്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, കാരണം അത് വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരമണിക്കൂർ ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റിന് വെക്കണം. ആ നേരം കൊണ്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പിലോട്ട് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നൂൽ പരുവാകുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ടത് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവിനെ പുറത്തെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണം. കടയിലൊക്കെ ഉണ്ടാകുന്ന നല്ല കട്ടിയിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ കട്ടി കുറച്ച് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാൽ കേക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനെ ചെറിയ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് കയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. പാൽ കേക്കിൻ്റെ രൂപത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ എല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറഭാഗം കളർ മാറും, കരിഞ്ഞു പോകും, ഉള്ളറ്റം വേവില്ല. ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം. ഏകദേശം കുക്കായി വരുന്നുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട് കേക്ക്. ഏകദേശം ആ ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പാൽ കേക്കിൻ്റെ. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലോട്ട് ഈ പാൽ കേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ പാൽ കേക്ക് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിലിങ്ങനെ മുക്കി വെക്കണം, എന്നാലേ ആ ഷുഗറൊക്കെ അതിലേക്ക് നന്നായി പിടിക്കൂ. ഇപ്പം നമ്മുടെ പാൽ കേക്ക് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.